ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നഴ്സ് റൂമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒരു കുഞ്ഞ് രൂപാന്തരപ്പെടുന്നത് മുതൽ 9 മാസം പിന്നിടുന്നതും അമ്മയുടെ വയറ്റിലാണ്. ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ആദ്യ തെളിവ് ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരുന്ന ഏക സന്ദർഭം എന്ന് വേണമെങ്കിലും പറയാം. ഗർഭപാത്രത്തിലെ കുഞ്ഞിന് തനിയെ ശ്വാസം എടുക്കേണ്ട ആവശ്യം പോലുമില്ല. ഓക്സിജൻ അടക്കം എല്ലാ ഘടകങ്ങളും പോഷകങ്ങളുമെല്ലാം തന്നെ അമ്മയിലൂടെ പൊക്കിൾക്കൊടി വഴി പകർന്നു ലഭിക്കുന്നു. ശ്വസിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശ്വാസകോശം ചുരുങ്ങിയതായിരിക്കും. അതായത് വീർപ്പിക്കാത്ത ബലൂണിൻ്റെ അവസ്ഥ എന്ന് വേണം പറയാൻ. ഇതിനു ചുറ്റും നീരും വെള്ളവുമെല്ലാം നിറഞ്ഞിരിക്കും. പൊക്കിൾക്കൊടി ബന്ധം വേർപ്പെടുത്തുമ്പോൾ മറ്റെല്ലാ ഘടകങ്ങളും കുഞ്ഞിന് ലഭിക്കാതാകുന്നതിനോടൊപ്പം ഓക്സിജനും നിഷേധിക്കപ്പെടുന്നു. ഈ ഓക്സിജൻ അഥവാ ജീവശ്വാസം നേടിയെടുക്കാനുള്ള കുഞ്ഞിൻ്റെ ആദ്യ ഉദ്യമമാണ് കരച്ചിലെന്ന് വേണം പറയാൻ. അതായത് ആദ്യത്തെ ജീവവായുവാണ് കുഞ്ഞു കരച്ചിൽ. കരയുമ്പോൾ ചുരുങ്ങിയിരിക്കുന്ന ശ്വാസകോശം വികസിക്കുകയും കുഞ്ഞിന് തന്നെ ശ്വാസോച്ഛ്വാസം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതോടെ ശ്വാസകോശം ക്ലിയർ ആകുന്നു. പിറന്നു വീഴുന്ന കുഞ്ഞ് ഭൂമിയിൽ പരസഹായമില്ലാതെ ജീവിച്ചു തുടങ്ങുന്നതിൻ്റെ ആദ്യ അടയാളമാണിത്. ചില കുഞ്ഞുങ്ങൾ കരയാറില്ല. എന്നാൽ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ അത് ഗൗരവമായി കാണുകയും വേണം. പലതരം പ്രശ്നങ്ങൾ കൊണ്ട് പ്രസവത്തിൽ കുഞ്ഞ് കരയാതെ ഇരിക്കാം. ഗർഭകാലത്ത് അമ്മയ്ക്ക് കൂടുതൽ BP എങ്കിൽ കുഞ്ഞ് കരയാതെ ഇരിക്കാം. ഇതുപോലെ അമ്മയുടെ പ്രായവും ഒരു പ്രശ്നം തന്നെയാണ്. ഏറെ പ്രായം കുറവല്ലെങ്കിൽ പ്രായം കൂടുതൽ ഈ പ്രശ്നത്തിന് ഇടയാക്കുന്ന ഒന്നാണ്. ഗർഭകാല പ്രമേഹവും ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് കാരണം ഇത് പ്രധാനമായും വരുന്നു. ഇതല്ലാതെ ഗർഭസ്ഥ ശിശുക്കൾ ഒന്നിലധികം ഉണ്ടാകുക, ഗർഭപാത്രത്തിലെ കുഞ്ഞിൻ്റെ കിടപ്പിലെ അപാകത, യൂട്രസിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതൽ അല്ലെങ്കിൽ കുറയുക, അമ്മയ്ക്കുള്ള ഹൃദ്രോഗം, ഇതല്ലെങ്കിൽ പുകവലി, മദ്യപാനശീലങ്ങൾ എന്നിവയെല്ലാം തന്നെ കുഞ്ഞ് കരയാതിരിക്കാനുള്ള ചില പ്രത്യേക കാരണങ്ങളാണ്. ഇതല്ലാതെ പ്രസവ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണവും കുഞ്ഞ് കരച്ചിൽ നിലയ്ക്കാം. കോഡ് പ്രൊലാപ്സ് എന്ന കണ്ടീഷനാണ് ഒരു കാരണം. കുഞ്ഞിനേക്കാൾ മുൻപ് കുഞ്ഞിൻ്റെ മറുപിള്ള അഥവാ പൊക്കിൾക്കൊടി പുറത്തു വരുന്ന സന്ദർഭമാണിത്. ചില കുഞ്ഞുങ്ങളിൽ നിന്നും പൊക്കിൾക്കൊടി പുറത്തു വരുന്നതിന് മുന്നേ തന്നെ അടർന്നു മാറുന്നതും മറ്റൊരു കാരണമാണ്. മറുപിള്ള ഏറെ താഴെയായതുകൊണ്ട് തന്നെ രക്തപ്രവാഹം മൂർച്ഛിക്കുന്നതാണ് പ്ലാസന്റ പ്രിവിയ എന്ന ഒന്ന്. ചില സന്ദർഭങ്ങളിൽ ഗർഭപാത്രം കൂടുതൽ വികസിക്കാത്തത് കാരണവും മറ്റും നീണ്ടു നിൽക്കുന്ന പ്രസവ വേദന അനുഭവപ്പെടുന്നതാണ് മറ്റൊരു കാരണം. കുഞ്ഞ് ഗർഭപാത്രത്തിൽ മഷി കളയുന്നതാണ് പ്രധാനപ്പെട്ട മറ്റു കാരണം. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ലങ്സ് ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്നത്, ഹൃദ്രോഗം എന്നിവയും കുഞ്ഞുങ്ങൾ പ്രസവത്തോടനുബന്ധിച്ച് കരയാതിരിക്കാനുള്ള ചില കാരണങ്ങളാണ്. ഗർഭകാല ശ്രദ്ധ കൃത്യമായിരുന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അയൺ, കാൽഷ്യം, ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുക. പോഷകാംശമുള്ള ഭക്ഷണം, അസുഖങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഇതിനുള്ള ചികിത്സ, ആവശ്യമായ വ്യായാമം, വിശ്രമം, കൃത്യമായ ചെക്കപ്പുകൾ എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്